ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. കസ്റ്റംസിന് വാഹനങ്ങളുടെ രേഖകൾ കൈമാറി. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെ നടപടികളിലേക്ക് കസ്റ്റംസ് കടന്നിരിക്കുന്നു? അമിത് ചക്കാലക്കൽ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്? എന്തായിരിക്കും തുടർ നടപടികൾ? അതന്നെ, അമിതിന്റെ ഗാരേജിൽ നിന്നും പിടിച്ചെടുത്ത ചില വാഹനങ്ങളുടെ രേഖകളുമായാണ് നിലവിൽ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് അമിത് അല്പസമയം മുൻപ് ഹാജരായിട്ടുള്ളത്. ഈ രേഖകൾ അമിത് കസ്റ്റംസിന്റെ ഓഫീസിൽ ഹാജരാക്കിയ ശേഷം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചില സംശയങ്ങൾ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിനുണ്ടായിരുന്നത്. അമിത് ഈ കോയമ്പത്തൂർ ഗ്യാങ്ങുമായി അടുത്ത ബന്ധമുള്ളയാണെന്നാണെന്നും ഈ വാഹനങ്ങൾ താരങ്ങൾക്കടക്കം വാഹനങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ അമിത് ചക്കാലക്കൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇവരുടെ ഇടനിലക്കാരനായി ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം നേരത്തെ കസ്റ്റംസ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും അമിത് അത്തരം സംശയങ്ങളൊക്കെ തന്നെ തള്ളുകയാണ്. തന്റെ ഒരു വാഹനം, അത് 5 വർഷം മുമ്പ് ഗോവയിൽ നിന്ന് വാങ്ങിച്ചൊരു വാഹനം മാത്രമാണ് തന്റേതായിട്ടുള്ളത്. മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ തന്റെ ഗാരേജിലുള്ളവയാണ്. നേരത്തെ തന്നെ കസ്റ്റംസ് വന്ന് പരിശോധിക്കുകയും അതിനുശേഷം പണി പൂർത്തിയാക്കാതെ കസ്റ്റംസ് നിർദ്ദേശിച്ചനുസരിച്ച് ഗാരേജിൽ തന്നെ ആ വാഹനങ്ങൾ തുടരുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ അമിതിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ഇത്തരത്തിൽ പരിശോധന കസ്റ്റംസ് നടത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന് കസ്റ്റംസ് അറിയിച്ചിരുന്നത്. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ചില സുഹൃത്തുക്കളുടെ വാഹനങ്ങളുടെ രേഖകളുമായാണ് നിലവിൽ കസ്റ്റംസ് ഓഫീസിൽ അമിത് ഹാജരായിട്ടുള്ളത്.